എടീ, ഞാനൊരു കാര്യം പറയട്ടെ? കിടന്ന് കൊണങ്ങാതെ കാര്യം പറയണേ. പറയട്ടെ, ഞാൻ പ്രഗ്നന്റ് ആടി. ആഹാ, രാവിലെ തന്നെ ഗുഡ് ന്യൂസ് ആണല്ലോ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. എടി, ഞാൻ പ്രഗ്നന്റ് ആണെന്നാ പറഞ്ഞത്, അല്ലാണ്ട് ഞാൻ 10ാം ക്ലാസ്സിൽ ജയിച്ചെന്നല്ല പറഞ്ഞത്. അതെന്തായാലും നടക്കാൻ പോണില്ല. എന്ത് നടക്കാൻ പോണില്ലാന്ന്? നീ 10ാം ക്ലാസ്സിൽ ജയിക്കാൻ പോണില്ലാന്ന്? എൻ്റെ ദൈവമേ, എനിക്ക് ശക്തി തരൂ. എവിടെയോ എന്തോ ഒരു തകരാറ് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ആ, കിട്ടി. ശക്തി മണി പിടിച്ചല്ലേ? എന്നെ കൊല്ലടി, നീ കൊല്ല്. ഓ, ഈ കാലത്തൊരു നല്ല കാര്യം പോലും ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ കഷ്ടകാലം. എടി, എനിക്ക് ചെറിയ പേടിയൊക്കെ വരുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യും? നീ പേടിക്കാണ്ടിരിക്കെ. നീ അവനോട് കാര്യം പറഞ്ഞോ? ഇല്ലടി. പിന്നെ നീ എന്ത് വായി നോക്കിക്കൊണ്ടിരിക്കുക? പോയി വിളിക്കടി. അതെ, എനിക്ക് നിങ്ങളൊന്ന് കാണണം. നമ്മൾ എപ്പോഴും മീറ്റ് ചെയ്യണ കഫറ്റീരിയയിൽ വന്നാൽ മതി. ഇതിപ്പോ എന്താ ഇത്ര അർജന്റ്? ഞാൻ എന്തായാലും ഓഫീസിലോ കോഴ്സ് ചെയ്യുമ്പോൾ വരാം. പറ്റത്തില്ല, ഇപ്പൊ തന്നെ കാണണം എനിക്ക്. പിന്നെ കൂടെ എൻ്റെ ഫ്രണ്ടും ഉണ്ടാവും. എന്നാ നീ ഇറങ്ങിക്കോ, ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ശരി. ഇതിപ്പോൾ കുറേ നേരമല്ലോ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്, ഇതുവരെ വന്നില്ലല്ലോ. അയാൾക്ക് തീരെ കൃത്യനിഷ്ഠതയില്ല. ഒന്ന് വെയിറ്റ് ചെയ്യ്, ഇപ്പം തന്നെ വരും. ഓയ് ചേട്ടാ, ഒന്നിങ്ങോട്ടൊന്ന് വരുമോ? ആ മാഡം, എന്ത് വേണം? ചേട്ടാ, ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാവും? എക്സ്ക്യൂസ് മീ മാഡം, ഇത് ഹോട്ടലല്ല, കാഫെയാണ്. അതിന് ഞാനെന്ത് വേണം? ഞാൻ പറയണ കേട്ടാൽ മതി. ചേട്ടാ, 2 കോഫി താ. ഓക്കെ മാഡം. നിനക്ക് എന്താടി, ഞാൻ പറയില്ലേ? ഞാനൊരു ബിരിയാണി വെച്ചപ്പോൾ അയാളെന്താ പറഞ്ഞത്? എക്സ്ക്യൂസ് മീ മാഡം, ഇത് ഹോട്ടലല്ല, കഫേയാണെന്ന്. പിന്നെ അയാൾ എന്താ പറയണം? നിന്നെ പോലുള്ള പൊട്ടികൾക്ക് നിരങ്ങാനുള്ള സ്ഥലമല്ലെന്നോ? എന്നെ കൊല്ലണം ആദ്യം. നിന്റെ ഒപ്പം വന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അയ്യോ, എൻ്റെ കൊച്ചിന് വിഷമായോ? കുഴപ്പമില്ല, പോകുമ്പോൾ ഞാൻ 2 ഐസ്ക്രീം വാങ്ങിച്ചു തരാം. ഓക്കെ അല്ലേ? ദേ വന്നു. മിസ്റ്റർ, കറക്റ്റ് ടൈമിന് വന്നൂടെ? എത്ര നേരമായെന്നറിയോ ഇവിടെ കാത്തിരിക്കുന്നത്? ഐ എം സോറി, കമ്പനിയിൽ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വൈകിയത്. ശരിക്ക് അല്ല, എന്താ കാരണം എന്ന് പറഞ്ഞ്? നിങ്ങളുടെ മുഖമൊക്കെ കണ്ടിട്ട് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുന്നല്ലോ. എന്താ കാര്യം പറ. നിങ്ങൾ രണ്ടും മുഖത്തോട് മുഖത്ത് നോക്കിയിരുന്ന ഞാനിങ്ങനെ അറിയാനാ? കൂടുതൽ വളച്ചിട്ടില്ലാതെ ഞാൻ പറയാം, ഇവിടെ പ്രഗ്നന്റാ. സത്യമായിട്ടും? അതെ. എനിക്ക് ഇന്ന് പറയണേന്ന് അറിയില്ല. എന്തായാലും താങ്ക് യു സോ മച്ച്. എനിക്കിങ്ങനെ ഒരു കുഞ്ഞിനെ നീ തന്നതിന്. ഒന്ന് നിർത്തോ, ഇത് പബ്ലിക്കാണ്, വീടല്ല. തനിക്ക് കുഴപ്പമില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഇവളെ ഞാൻ കൊണ്ടുപോവാണ്. ഒന്നാമത്തെ ഈ സമയത്ത് അവൾക്ക് കുറച്ച് റെസ്റ്റ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ കൊണ്ടുപോവാം. അത് പറ്റത്തില്ല, ഇടയ്ക്ക് ഇവിടെ അച്ഛൻ വരും, അപ്പോൾ സീൻ കിട്ടും, അതാ. ഇവളുടെ കാര്യം ഓർത്ത് താൻ പാനിക്കാൻ വേണ്ട. അച്ഛൻ വരുമ്പോൾ ഒന്ന് കോൾ ചെയ്താൽ മതി ഇവളുടെ ഫോണിലോട്ട്. ഞാൻ കൊണ്ടുവന്ന് ഇവളെ ആക്കിയേക്കാം. ഇല്ല, ഞാൻ വരുന്നില്ല. ഞാൻ അവിടെ തന്നെ നിന്നോളാം. എൻ്റെ ഹെൽത്ത് ഞാൻ നോക്കിക്കോളാം. പിന്നെ അച്ഛനെങ്ങാനും കണ്ട അത് മതി, എനിക്ക് വയ്യ. നിന്നോട് ഞാൻ സമ്മതം ചോദിച്ചില്ലല്ലോ, അപ്പോൾ നീ മിണ്ടാണ്ടിരിക്കേ. എടി, അവൻ നിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയല്ലേ പറയുന്നത്. നീ ചെല്ല്, ഒന്നല്ലെങ്കിലും നിന്റെ വീട്ടിലിപ്പോൾ ഒരാളും കൂടി ഇല്ലേ? എടി, അപ്പം നീ ഒറ്റക്കാവത്തില്ലേ? അപ്പോൾ അതാണോ പ്രശ്നം? ഞാൻ ഒറ്റക്കായാലും എന്നെ ആരും പിടിച്ച് കൊണ്ടുപോകാനൊന്നും പോണില്ല. നിന്റെ വീട്ടിലിപ്പോൾ ഒരാളും കൂടിയുണ്ട്, അപ്പോൾ നീയാണ് സേഫായിട്ടിരിക്കേണ്ടത്, കേട്ടോ? കേട്ടല്ലോ, എന്നാൽ പിന്നെ പോവാം. എടി, ഞാൻ പോണോ? എനിക്ക് വയ്യടി നിന്നെ കാണാതിരിക്കാൻ.
ഇതിപ്പോ പുതിയ പ്രശ്നമാണല്ലോ ഈ കരച്ചില്. നിർത്തിക്കോളണം കരച്ചില്. ഇനി നീ കരഞ്ഞ മോഹൻ ഞാൻ വിളിക്കുന്നുണ്ട്. എടി എന്താടി? എന്റെ കൊച്ചിനൊരു പോറല് പോലും വെക്കാതെ എനിക്ക് കൊണ്ടുവന്ന് തിരിച്ചു തന്നേക്കണേ. ഉറപ്പായും തനിക്കെന്നെ വിശ്വസിക്കാം. ഏട്ടനീറ്റോ? വാ, എന്തെങ്കിലും കഴിക്കാം. നിന്നോട് ഞാനൊരു 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എവിടെയാണ് പണിയെടുക്കണ്ടെന്ന്. അതിനെന്താ, ഞാൻ എൻ്റെ ഏട്ടനല്ല ഉണ്ടാക്കി തന്നെ, അതിനോണ്ട് എനിക്കൊരു പ്രശ്നമില്ല. ലച്ചു ഞാൻ 1 പ്രാവശ്യം പറഞ്ഞു, ഇനി നീ എവിടെ ഇരിക്കുകയാണെങ്കിൽ നീ എൻ്റെ നിന്ന് വാങ്ങിക്കും. ഞാൻ മാറത്തില്ല. എന്ത് ചെയ്യും? താനൊന്ന് പോയേ. നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് പണിയെടുക്കണ്ടെന്ന്. സോറി, ഞാൻ പോവാ. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഓ ഗൗതം, നീ എന്താ കാണിച്ചേ? ഇനി എന്ത് പറഞ്ഞ അവളെ സമാധാനിപ്പിക്കും? ഐഡിയ. അല്ലെങ്കിൽ താൻ ഏതാ? ഒന്ന് പോയേ. നിന്റെ ചേലത്തി ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാം പാദസരം ഞാനല്ലേ, ഞാനല്ലേ. അല്ല, താനല്ല. നിന്റെ മാറിലെ മായ ചന്ദന പൊട്ടിനിക്കല്ലേ, എനിക്കല്ലേ. എനിക്ക് കാണണ്ട, പോയിക്കോ. എനിക്ക് തന്നോട് മിണ്ടേ വേണ്ട, എനിക്ക് കാണാൻ വേണ്ട. എൻ്റെ അടുത്തുനിന്ന് പോയിക്കോ എന്ന് പറഞ്ഞാൽ പോയിക്കോ. അങ്ങനെ പറയരുത്, അത് തെറ്റാണ്. നിന്നോട് മിണ്ടില്ല ഞാൻ, നിന്നോട് കൂട്ടില്ല ഞാൻ, നിന്നോട് മിണ്ടില്ല ഞാൻ, നിന്നോട് കൂട്ടില്ല ഞാൻ, കരളിലെ കള്ളൻ നീയല്ലേ. പിണങ്ങാൻ എന്താണ് എന്താണ് എന്താണ്, മയങ്ങാൻ എന്താണ് എന്താണ് എന്താണ്. കുന്താണ്, പോയിക്കോളൂ എൻ്റെ മുമ്പിൽ നിന്ന്. സോറി ഇനി ഇങ്ങനെ കാണിക്കില്ല. എൻ്റെ പൊന്നല്ലേ, ഒന്നില്ലെങ്കിൽ നിന്റെ പറ്റി പോരാടാൻ കൂടിയില്ലേ, അതുകൊണ്ടല്ലേ. സോറി കേട്ടോ. ഇല്ല, ഞാൻ മിണ്ടൂല എന്ന് പറഞ്ഞാൽ മിണ്ടൂല. പോ. എൻ്റെ പൊന്നിൻ്റെ പിണക്കം മാറാൻ ഞാൻ എന്താ വാങ്ങിച്ചിട്ടുണ്ടേ? വേഗം പറ, വാങ്ങിച്ചു തരാം. അന്ന് ഷവർമ വാങ്ങിച്ചോ? ഇതായിരുന്നോ ഞാൻ വീട്ടിലുണ്ടാക്കി തന്നാൽ മതിയോ? അത് തിന്നോ നീ? പറ്റത്തില്ല, എനിക്ക് കടയിൽ നിന്ന് തന്നെ വേണം. മര്യാദക്ക് വാങ്ങിച്ചു താ. കിടന്ന് ഒച്ച ഉണ്ടാക്കണ്ട, വാങ്ങിത്തരാം. പിന്നെ ഇതിന്റെ പേരിൽ രാത്രി എങ്ങാനും നിനക്ക് വയറുവേന വന്ന നിന്നെ ഞാൻ കൊല്ലും. നിനക്ക് ഒന്നാമതേ ഫുഡ് പിടിക്കത്തില്ല പുറത്തത്തെ. ഇല്ല, വാങ്ങിച്ചാ. എന്താ നോക്കുന്നേ? കുറെ നേരമായല്ലോ ഈ നടപ്പ് തുടങ്ങിയിട്ട്. എന്താ വരാത്തെ? ആര്? ഷവർമ. എൻ്റെ അപ്പനല്ല കട നടത്തുന്നേ, ഇപ്പൊ തന്നെ കൊണ്ടുവന്ന് ഷവർമ വരാൻ. അപ്പനാണെങ്കിൽ ഇപ്പൊ കൊണ്ടുവന്നതായിരുന്നു ഷവർമ. പിന്നെ ഇന്ന് വന്നേക്ക്, കാശ് വീട്ടിൽ തരുന്നുണ്ടായിരുന്നേ. ഓക്കെ മാഡം. കുറച്ച് വേണോ? നിനക്കറിയാലോ ഞാൻ പുറത്തോട്ട് ഫുഡൊന്നും തിന്നാറില്ല. അതിപ്പോ താൻ ചോദിച്ചാലും ഞാൻ തരാൻ പോണില്ല. നോക്കിയിരുന്നാ മതി, എന്റെ ഫുഡാ.
അയ്യോ എനിക്ക് വയ്യേ, എൻ്റെ ദൈവമേ. എടോ എണീക്കടോ. എന്തെന്നാ പറ, എന്തു പറ്റി? എനിക്ക് വയറുവേദന എടുക്കണേ, എന്നെ രക്ഷിക്ക്, എന്നെ കൊല്ലണേ ദൈവമേ. പിന്നെ നീ മിണ്ടരുത്. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞേ നിനക്ക് ആ ഫുഡൊന്നും വയറ്റി പിടിക്കത്തില്ല എന്ന്. പിന്നെ എന്താ നിനക്ക്? ഇതൊന്നും പറയാൻ നിൽക്കണ്ട. എന്താന്ന് വെച്ചാൽ നീ അനുഭവിച്ചു, നിനക്കത് തന്നെ വേണം. എടാ കാലവട, നീ നന്നാവില്ല. ഒരു പെൺകുട്ടി വയറുവേദന എടുത്ത് ഇരിക്കുമ്പോൾ ഒന്ന് സമാധാനിപ്പിക്കണ്ടേ? അങ്ങനെ ഇപ്പം എനിക്ക് നന്നാവണ്ട കേട്ടോ. ഇങ്ങോട്ട് വാ, ഞാൻ തടകി തരാം. ആഹാ, എണീറ്റോ? എങ്ങോട്ട് പോവാ? ഞാനൊന്ന് ഓഫീസിൽ പോയിട്ട് വരാം. കുറേ നാളായില്ലേ പോയിട്ട്. വരുമ്പോൾ നീ റെഡി ആയിട്ട് വന്നേക്ക്. നീ എന്തിനു റെഡി ആയിട്ട് നിൽക്കണം? നമുക്ക് എൻ്റെ വീട്ടുകാരെ പോയിട്ട് വരാം. അത് വേണോ? ഞാൻ വരുമ്പോൾ റെഡി ആയിട്ട് നിൽക്കണം. ഞാൻ പോവാട്ടോ. ബൈ. Looks so beautiful in this dress. I like it. I know. Please babe, don't smile. Why? I don't know anything, but I know one thing. മതി മതി, ഇനി ഇങ്ങനെ നിന്നാലേ ശരിയാവത്തില്ല. നമുക്ക് കുറച്ച് കഴിഞ്ഞ് പോയാൽ പോരെ? ഇപ്പൊ തന്നെ പോണോ? എന്നാ മോനിപ്പോ പോണ്ട, ഞാൻ എന്തായാലും പോവാ. വേണമെങ്കിൽ വന്നാൽ മതി കേട്ടോ. പ്ലീസ് ഒരു തവണ, എന്നിട്ട് അപ്പം തന്നെ നമുക്ക് പോവാം. ഓക്കെ. സത്യമായിട്ടും കാര്യമായിട്ടാണ് പറയണേ? എൻ്റെ മൂഡ് മാറ്റണോ അതോ? എന്നാ പോവാം, വാ. In the swimming pool, me and my sister just playing it cool under the chemtrails over the. ദേ ഏട്ടാ, ദേ ആരോഗ്യം വന്നിട്ടുണ്ട്. ആരാന്ന് പോയി നോക്കിയേ. വേറെ ആരൊന്നും അല്ല, നിന്റെ മോനാ. ഇങ്ങോട്ട് വാ. ആണോ? ദേ ഞാനങ്ങോട്ട് വരാട്ടോ. മോനെ നീ വന്നോ? എത്ര നാളായടാ നീ ഈ വഴിയൊക്കെ വന്നിട്ട്. എനിക്ക് സന്തോഷായി. ആരാ മോനെ ഇത്? അമ്മ എന്നെ ക്ഷമിക്കണം, എല്ലാം പെട്ടെന്നായിരുന്നു. ഇവളെൻ്റെ ഭാര്യയാണ്. ഇവളുടെ വയറ്റിലിപ്പോൾ എൻ്റെ കുഞ്ഞുണ്ട്. നിന്നെ ഞാൻ ഇതിനാണോ പഠിച്ച് വലുതാക്കിയത്? നമുക്കറിയാം, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഡിസിഷൻസും മാത്രമേ എടുത്തിട്ടുള്ളൂ. അതേപോലെ ഇവളും എൻ്റെ നല്ലൊരു ഡിസിഷനാണെന്ന് ഞാൻ കരുതുന്നു. അതെനിക്കറിയാം, എല്ലാം നല്ലതാണെന്ന്. പക്ഷെ നിനക്കെങ്ങനെ അറിയാം? പണത്തിന് വേണ്ടി ഏത് തറ വരെയും ചെയ്യാനുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അത് നീ മനസ്സിലാക്കണം. അമ്മ പ്ലീസ് സ്റ്റോപ്പ് യുവർ നോൺസെൻസ്. എല്ലാം ഞാൻ സഹിക്കും. അവളെക്കുറിച്ച് പറയണത് മാത്രം ഞാൻ സഹിക്കില്ല. സോ പ്ലീസ്. ഓ, അവക്ക് വേണ്ടി നീ എന്നെ തള്ളിപ്പറയാനുമായോ? നിർത്തിക്കോണം. ഇപ്പം തീരും എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ കുറേ നേരം ആയല്ലോ തുടങ്ങിയിട്ട്. കുറച്ച് ഗ്യാപ്പെങ്കിലും എന്താ, ഞാൻ ആ വഴി പോട്ടെ. നശിപ്പിച്ച്. എന്താണ് ഇപ്പം നടന്നേ? ഒന്നും മനസ്സിലായില്ലല്ലോ. എനിക്കറിയില്ല, ഞാൻ പോണു. ബൈ. ഇനി നിങ്ങൾ എന്തുവായി നോക്കിയിരിക്കാം, പോകുന്നില്ലേ? ഞാൻ പോയി. വന്നോ? അമ്മയുടെ മോൻ്റെയും അടി കഴിഞ്ഞോ? ഞാൻ നിന്നെ വല്ലതും പറയും കേട്ടാ. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുഖം വെറുപ്പിച്ചിരിക്കുന്നത് സ്വഭാവമാണല്ലോ. പിന്നെ നിന്നെ ഞാനിവിടെ കൊണ്ടുവന്നത് അമ്മയുടെ അടുത്ത് കുറച്ചും കൂടെ അടുക്കാനാണ്. അപ്പം നീ ആദ്യത്തെ ദിവസം തന്നെ അമ്മയുടെ അടുത്തേക്ക് വെച്ചാൽ ഞാൻ എന്ത് പറയും? ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് അവരുടെ മനസ്സിൽ കയറി പറ്റാനൊന്നും പറ്റില്ല. ഞാൻ പിന്നെ പരമാവധി ക്ഷമിച്ചു. പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നെ പറഞ്ഞാൽ മതിയല്ലോ, നിന്നെ ഇവിടെ കൊണ്ടുവരണ്ടായിരുന്നു. ഇന്ന് ഇവിടെ
കിടക്കണോ അതോ പുറത്ത് കിടക്കണോ? ഇപ്പൊ തീരുമാനിക്കേ. ഞാനിവിടെ കിടന്നോളാം. അന്ന് പിന്നെ വാ അടച്ച് കിടന്നോളാം. ഇവിടെ ഞാനാണോ ഭർത്താവ് അതോ ഇവളാണോ? ഞാൻ യോഗമില്ല അമ്മേ. അത് താൻ തന്നെ. കേട്ടല്ലേ? പിന്നെ കേട്ടു. എന്നാ വാ കിടക്കാം. വാ കിടക്ക. പൊന്നോ, എവിടെയുള്ള ദൈവമേ കാണുന്നില്ലല്ലോ. ഇനി എണീറ്റില്ലേ ശരിയാവൂല. രാവിലെ തന്നെ അവള് അമ്മേനായിട്ടുള്ള അങ്കപ്പുറന്ന് പോയിട്ടുണ്ടാവും. ഇപ്പം ഇറങ്ങിച്ചല്ല, അല്ലെങ്കിൽ എനിക്ക് തന്നെ ഭാര്യയാവും. ആഹാ, രാവിലെ തന്നെ ന്യൂസ് പേപ്പർ വായിക്കാണല്ലോ. നല്ല കൊച്ചി. എണീറ്റോ? ആഹാ, അമ്മ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. എന്നാ 2 ഹെഡ്ലൈൻസ് വായിക്കേ ന്യൂസിന്റെ. അമ്മായിയമ്മയും മോളും കൂടി ഇടിവെച്ച് അമ്മായിയമ്മ മരിച്ചു. ഇതാ ആദ്യത്തെ ന്യൂസ്. ഇനി വേണോ? ഇവള് സമ്മതിക്കൂല. ഓ, എന്തൊക്കെ ന്യൂസല്ലേ. എന്തുകൊണ്ടും എൻ്റെ അമ്മായിയമ്മ ലക്കിയ. ഞാൻ ഇപ്പൊ വരാട്ടോ. എടോ, അവിടെ നിക്ക്. ഇങ്ങ് വന്നേ. നീ ഇപ്പൊ എന്താ അവനെ വിളിച്ചേ? എടോന്ന് എന്തേ കേട്ടില്ലേ? അവൻ നിന്നെക്കാട്ട് മൂത്തതാ. അപ്പൊ നീ അവനെ ഏട്ടാന്ന് വിളിക്കണം. പിന്നെ എന്തെന്നാ നീ വിളിക്കുന്നേ? അമ്മ അവനെന്നെ എപ്പോഴും എടോ എന്നൊക്കെ വിളിക്കുന്നേ. എനിക്കും അതാ ഇഷ്ടം. നീ മിണ്ടരുത്. നിന്നോട് ഞാനൊന്നും ചോദിച്ചില്ല. എനിക്ക് അവളോടാ ചോദിക്കാനുള്ളത്. ഇനി നീ ഇങ്ങനെ പറയരുത്. അവനെ വിളിക്കുകയും ചെയ്യരുത്. നിനക്കറിയോ? എനിക്കൊന്നും അറിയില്ല. സമയം കിട്ടുമ്പേ അമ്മായിയമ്മ ഒന്ന് പറഞ്ഞേക്ക്. ഞാൻ പോവാ. ഓ, ഇവള്. അങ്ങനെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു. ഓയ് അമ്മായിയമ്മേ, അവിടെ നിന്നേ. എനിക്ക് വയ്യ ഇനി ഇടിപിടിക്കാൻ. അമ്മായിമ്മ പോലും നടത്താൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. സോ വാട്ട്? തള്ളെ മിണ്ടാണ്ടിരുന്നോ? ഒരു ഇംഗ്ലീഷ്. ഞാനേ ഇപ്പൊ പറയാൻ വന്നത് എനിക്ക് വയ്യ ഇനി ഇടിപിടിക്കാൻ. അതുകൊണ്ട് ഞാനില്ലാന്ന്. ഇത് തന്നെയാണ് എനിക്ക് വേണ്ട. ഞാനും എൻ്റെ മോനും കൂടി പ്ലാൻ ചെയ്ത പണിയായത്. എങ്ങനെയുണ്ട്? എന്ത് പ്ലാനോ? അയാളിങ്ങോട്ട് വരട്ടെ. എൻ്റെ മുമ്പിൽ വെച്ച് എന്തൊരു അഭിനയമായിരുന്നു കാണിച്ചു കൊടുക്കും ഞാൻ. അതത്രയുള്ളൂ മോളെ. നിനക്ക് സാധിക്കുള്ളൂ അവനെ പണി കൊടുക്കാൻ. ഡേ തള്ളേ, നിങ്ങൾ മിണ്ടാണ്ടിരുന്നോ? കുറെ നേരം ഞാൻ സഹിക്കുന്നു. സമാധിയായി. എന്തിന്റെ കുറവായിരുന്നു? ഒരാവശ്യം ഉണ്ടായില്ല. തള്ളേനെ കൊണ്ട്. വന്നല്ലോ മണവാളൻ. ഇങ്ങോട്ട് വാടോ. അപ്പോ ഞാനങ്ങോട്ട് എനിക്കുള്ള വാങ്ങിച്ചിട്ട് വരാട്ടോ. നിങ്ങളോട് എന്നെ എത്തി. തള്ളേ, നിങ്ങൾ എന്നെ മറക്കണ്ടോ. തന്നോടല്ലേടോ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ. ഇങ്ങോട്ട് വാടോ. ഇയാക്കളെ കൊടുത്തിട്ട് വരട്ടെ, എന്നിട്ട് വന്ന് അമ്മക്ക് തരാട്ടോ. വേണോന്നില്ലായിരുന്നു. അയ്യോ പൊന്ന, മനസ്സാവാച്ച കർമ്മണ. ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ലടി. എൻ്റെ അമ്മയെ അടി പറഞ്ഞു. നമുക്ക് നിന്റെ സ്വഭാവം അറിയാൻ. അതുകൊണ്ട് അടി എന്നെ ഒന്നും ചെയ്യലേടി. പ്ലീസടി, ഞാനൊന്ന് ചെയ്യിച്ചോട്ടെ. ഇല്ലെങ്കിൽ താൻ എന്ത് ചെയ്യും? എടി സത്യമായിട്ട് ഇതെന്റെ പ്ലാൻ അല്ലടി. ഇതറിയാൻ വേണ്ടി ഞാൻ എന്തോരം നേരം നടന്നെന്നറിയോ? എനിക്കറിയായിരുന്നു ഇതൊക്കെ. ഞാൻ അച്ഛനും കൂടി പ്ലാൻ ചെയ്തതാ. എന്തും കള്ളത്തന്ത. എൻ്റെ കൈ കിട്ടിയ അയാളെ ഞാൻ. ഓ, അച്ഛനൊന്നും ചെയ്യാൻ പോണില്ല. പിന്നെ നിങ്ങൾ രണ്ടുപേരും അഭിനയിച്ചില്ലേ, അതേപോലെ ഞങ്ങൾ അഭിനയിച്ചു. പിന്നെ രണ്ടുപേരുടെ ആക്ടിങ് കൊള്ളായിരുന്നു. എൻ്റെ ഭർത്താവ് ഇത്ര നല്ല ആക്ടറാണെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ല. എന്തായാലും അതോർത്ത് ഞാനിപ്പോൾ ഖേദിക്കുന്നു. എന്തിന്? ഇത്രയും കൂടി നേരത്തെ ആണെങ്കിൽ ഞാൻ തന്നെ കെട്ടൂലാഞ്ഞു. അപ്പൊ എനിക്ക് സമാധാനമെങ്കിലും കിട്ടിയേനെ അല്ലേ? ചിലപ്പോ തന്റെ ഭാഗ്യം കാരണമായിരിക്കും എന്നെ കിട്ടിയ. എങ്ങാനും വേറെ ആൾക്കാരാണെങ്കിൽ താൻ തീർന്നേനെ. ഏയ്, നിന്നെ കാട്ടി നല്ല ഗേൾസ് ആയിരിക്കും പുറത്ത്. കാര്യം എനിക്കറിയാലോ. പിന്നെ ഒരു കാര്യത്തിൽ നീ മുന്നോട്ട്. കാര്യം നിന്റെ അത്ര ഹോട്ടല്ല അവര്. അങ്ങനെ പറയില്ലേ. ഞാൻ പോകത്തില്ല. എന്തായാലും ഇവിടെ വരെ എത്തിയതല്ലേ. അപ്പോ ഒരെണ്ണമൊക്കെ തന്നിട്ട് പോകാം. ആരെങ്കിലും വരൂട്ടോ? ആരും വരത്തില്ല. എന്തായാലും ഇവിടെ എത്തില്ലേ. അപ്പോ ഇനി എന്തെങ്കിലും നടക്കും. കളക്ഷൻ ഇല്ലല്ലോ ദൈവമേ. ദൈവത്തി കണ്ടാ മതിയായിരുന്നു.
ഹായ് ഗേൾസ്, ചേട്ടൻ അറിയോ? നീ കൂടെ പോവാനാ? അതോ ഇങ്ങോട്ടൊന്ന് വന്നേ. ഓ, ഈ അമ്മ സമ്മതിക്കൂല. എന്തായാലും ചെല്ല. എന്താ അമ്മ വിളിച്ചേ? ഞാൻ ഒരു കാര്യം ചെയ്യായിരുന്നു അവിടെ. അയ്യോ സോറി പന, നീ വാ, നമുക്ക് ഫുഡ് കഴിക്കാം. ഞാൻ കഴിക്കാം. അമ്മയോട് ആരാമ്മ എനിക്ക് ആദിത്യാണ് പേരിടാൻ പറഞ്ഞേ. എല്ലാവരും എന്നെ കളിയാക്കുക, ഗേൾസ് ഫുള്ള്. അതെന്താന്ന് പറയട്ടെ, അത് അവർക്ക് നിന്നോട് അസൂയ ഉണ്ടായിട്ടാ. പിന്നെ ഇത്രയും ലുക്കല്ല, നിന്നെ കണ്ട ആർക്കും അസൂയില്ലാത്ത. ഒന്ന് പോയേമ്മ, അമ്മ എന്നെ സോപ്പിടണ്ട. എനിക്ക് പറ്റത്തില്ല. ഞാൻ ഇനി എന്ത് ചെയ്യും? എനിക്ക് അവരുടെ മുമ്പിൽ നോക്കാൻ മടിയാണ്. എന്നാ നീ മുമ്പിൽ നോക്കണ്ട, പുറകെ നോക്കിക്കോ. ഒന്ന് പോയേമ്മ, എനിക്ക് നാണം വേണി. എന്തിനി? അയ്യോ എടാ, ഞാൻ അതല്ല ഉദ്ദേശിച്ചേ. അവരുടെ മുമ്പിൽ നോക്കണ്ടെന്ന് പറഞ്ഞ, അല്ലാണ്ട് നീ ഉദ്ദേശിക്കുന്നല്ല. ഇരുന്ന് ഫുഡ് കഴിയടാ. അത് ശരി. അല്ലല്ലോ, ഞാൻ പോവാ. അമ്മ പോയേ. എന്താണ് അമ്മയും മോനും കൂടി? നീ ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? എനിക്ക് അടുക്കളയിൽ 100 കൂട്ടം പണിയുണ്ട്. ഒന്ന് പോയേ. ശേ, അങ്ങനെ പറയില്ലേ. ഇങ്ങോട്ട് വാ, ഒരു കാര്യത്തിന്. പ്ലീസ് പ്ലീസ് വാ. ഓ, ഇതിനെ കൊണ്ടിട്ട് വലിയ ഇഷ്ടമാണല്ലോ. ഞാൻ വരത്തില്ല. അത് പറഞ്ഞ പറ്റില്ല. നീ ഇങ്ങോട്ട് വാ, പോവാം. ആഹാ, അമ്മമ്മയുടെ പൊന്നി ഭക്ഷണം കഴിക്കാണോ? കണ്ടിട്ടുണ്ടായിട്ട് തോന്നി. ഓ, ഒന്നും തോന്നിയില്ലേ? അമ്മ അച്ഛനോടെ? അമ്മേനെ അച്ഛൻ കൊണ്ടുപോയി റൂമിലോട്ട്. ഓ, ഈ പിള്ളേര് ഒരു പരിസ്ഥിതി പോലും ഇല്ലല്ലോ. അമ്മാമ്മേ, നമുക്ക് പോയി നോക്കിയാലോ? ഏട്ടാ, അത് വേണോ? അവൻ വരും കേട്ടോ. ഇത്ര നാളായിരുന്നു ഇങ്ങനെ ഒരു സ്ട്രോബെറി നോക്കിയിട്ട്. ഇപ്പോഴെങ്കിലും കിട്ടിയില്ലെങ്കിലേ ചീഞ്ഞ കൊച്ചു മുതൽ ഒന്നും കിട്ടിയിട്ടില്ല. ഏട്ടാ, അത് വേണോ? വേണം, ഒന്നും പറയണ്ട. ഇങ്ങോട്ട്